ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കല്യാണം മുടക്കാനുള്ള പരിപാടികളും പ്ലാൻ ചെയ്ത് ശ്രുതി അവിടെ നിൽക്കുന്നു, അതുപോലെ മീരയും കൂടി. ഈ സമയം പിന്നെ നമ്മുടെ ലക്ഷ്മിയും അതുപോലെ ദേവുവും ശരത്തും കൂടെ ഇങ്ങനെ പൂക്കടയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുക. അപ്പോൾ അവന് ജോലിയുണ്ട്, ഇവരോട് ജോലിക്ക് പോകണ്ടെന്നാണ് പറയണത്. ഞാൻ അതിനിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്. അമ്മ ചിട്ടിക്കാശൊക്കെ അടയ്ക്കണ്ടേ അമ്മേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാശുമായിട്ട് വന്ന് അമ്മയ്ക്ക് കൊടുക്കുക. അപ്പോൾ അത് അമ്മ കാശെന്ന് പറഞ്ഞ് കൊടുത്തപ്പം അമ്മ ഇങ്ങനെ നോക്കി, എവിടെ നടാൻ എനിക്ക് ഇത്രയും കാശെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ജോലിക്ക് പോകുന്നില്ലേ, ഇന്ന് എനിക്ക് ശമ്പളം കിട്ടിയത്. അപ്പം നീ ആൻ്റണിയുടെ അടുത്തല്ലേ ജോലിക്ക് പോകുന്നത്, ആ ജോലി വേണ്ടെന്ന് നിന്നോട് എത്ര തവണ ഞങ്ങൾ പറഞ്ഞതാണെന്ന് ദേവു അന്നേരം ചോദിച്ചു. അപ്പോൾ നീ എന്താടാ ഞങ്ങൾ പറഞ്ഞാൽ എന്താ കേൾക്കാത്തത്, അവൻ്റെ അടുത്ത് നീ ജോലിക്ക് പോവണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അമ്മ കാശ് വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് വാങ്ങിക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് മകൻ ഇങ്ങനെ നിർബന്ധം പിടിക്കുക അമ്മയോട്. എന്നിട്ട് അമ്മ വാങ്ങിക്കാതായി കഴിഞ്ഞപ്പം ആ പൈസ പൂക്കടയുടെ തട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ പോകാൻ നോക്കുക. അപ്പോഴാണ് രേവതി വരുന്നത്. അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പോൾ ശരത്തെ നിൻ്റെ കൈക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ശരിയായി വരുന്നുണ്ടെന്ന് പറഞ്ഞു. മോളെ നീ കട തുറന്നില്ലായിരുന്നോ, എന്ത് ഈ സമയത്ത് നീ ഇങ്ങോട്ട് വന്നത്? അപ്പം ഞാൻ കട തുറന്നിരുന്നു അമ്മേ, ഇവിടെ അടുത്ത് 1-2 മാല കൊടുക്കാൻ വേണ്ടി പോയതാണ്, തിരിച്ചു പോകുന്ന വഴി ഇവിടേക്ക് കയറിയതാണെന്ന് പറഞ്ഞു രേവതി. അപ്പോൾ സച്ചി എന്താ മോളെ കൂടെ വരാതിരുന്നത്? ഞാൻ ഇവിടേക്കായിട്ട് വന്നതല്ലല്ലോ അമ്മേ, പറഞ്ഞില്ലേ മാല കൊടുക്കാൻ വേണ്ടി പോയതാണെന്ന്. അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഇവിടേക്ക് വരണം, നമ്മളെ കാണരുതെന്ന് രേവതി ചേച്ചിയോട് പറഞ്ഞ ആളല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ ശരത്ത്. അപ്പം നമ്മളെ കാണരുതെന്നല്ല, നിന്നെ കാണരുതെന്നാ പറഞ്ഞതെന്ന് ദേവ് പറഞ്ഞപ്പം ശരത്തെ നടക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ നടന്നു. നിന്റെ മനസ്സിൽ അവനോടുള്ള ദേഷ്യം നീ കളയാനായിട്ട് അമ്മ പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും സച്ചേട്ടനോട് സംസാരിക്കാറില്ല എന്ന് രേവതി അന്നേരം പറയുക. പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലിപ്പോൾ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോഴും ശരത്തൊന്നും മിണ്ടുന്നില്ല. പാവം സച്ചേട്ടനെ കാറ് വിൽക്കേണ്ടി വന്നത് ഇവനും ആൻ്റണിയും കാരണമാണെന്നുള്ള കാര്യങ്ങളും രേവതി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മയും ദേവും ഇങ്ങനെ നോക്കുക. അപ്പോൾ ശരത്തൊന്നും മിണ്ടുന്നില്ല. ഓ ഇല്ലാ കഥകൾ പറഞ്ഞ് ചേച്ചിയെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കാൻ അദ്ദേഹം അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഇല്ലാ കഥയൊന്നും അല്ല, ആൻ്റണി സച്ചേട്ടനോട് കാലിൽ വീണ് ക്ഷമ പറയാൻ പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അന്നേരം ശരത്തിൻ്റെ വെണ്ടാട്ടം മുട്ടി. ഞാൻ ആൻ്റണിയെ ചെന്ന് കണ്ട് വേണ്ടത് കൊടുത്തിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോഴാണ് ശരത്ത് ആൻ്റണി ഇത് പറഞ്ഞില്ലല്ലോ എന്ന് തിരിച്ചറിയുന്നത്. നിന്നോട് അവൻ പറഞ്ഞു കാണുമല്ലോ, അപ്പോൾ ചേച്ചി എന്തിനാ ആൻ്റണിയെ കാണാൻ പോയത്? പിന്നെ പോവാതെ ഇനി എങ്ങാനും അവൻ സച്ചേട്ടൻ്റെ വഴിക്ക് കുറുകെ വന്ന അവൻ്റെ ചെകിടടിച്ച് പൊട്ടിക്കും ഞാനെന്ന കാര്യവും രേവതി പറയുക. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയും അനിയത്തി ആകെ ഞെട്ടി നിൽക്കുന്നു. ശരത്ത് അവന്നേരം അവിടെ നിന്ന് പോവാട്ടോ. ശരത്തെ അവൻ്റെ അടുത്ത് ജോലിക്ക് പോകരുതെന്ന് പറഞ്ഞ് നീ എന്താ കേൾക്കാത്തത്? അവനും അയാളും നിന്റെ കൂട്ടുകെട്ട് നിന്നെ എവിടെ കൊണ്ട് ചെന്ന് എത്തിക്കുമെന്നൊന്നും എനിക്കറിയില്ല എന്ന് രേവതി പറയുമ്പോൾ ഓ എന്നെ ഉപദേശിക്കാനായിട്ട് ചേച്ചിയുടെ ഭർത്താവ് പറഞ്ഞു കേട്ടതാണോ ചേച്ചിയെ എന്ന് ശരത്ത് ചോദിച്ചപ്പോൾ പിന്നെ അദ്ദേഹത്തിന് വേറെ ജോലിയില്ലല്ലോ. എടാ ഞാനല്ല ആരുപദേശിച്ചാലും നീ നന്നാവില്ല എന്ന് സച്ചേട്ടനും അറിയാം, ഞങ്ങൾക്കും അതറിയാം. അപ്പോൾ നീ അവനെ വിടൂ രേവതി. 2 മരുമക്കളുടെയും താലി വിരിച്ചൽ കെട്ടൽ ചടങ്ങൊക്കെ നടത്തുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ വെച്ചാണോ ചടങ്ങ്? അപ്പോൾ അല്ല, വലിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണെന്ന കാര്യം പറഞ്ഞു രേവതി. സച്ചേട്ടൻ വന്നാൽ പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് അദ്ദേഹം ഫംഗ്ഷന് വരണ്ടെന്ന് അമ്മ പറഞ്ഞിരുന്നുവെന്നും വർഷയുടെ അമ്മ കുത്തിക്കൊടുത്തതാണെന്നൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞതിൽ എന്താ തെറ്റ്? അദ്ദേഹം ഒരു പ്രശ്നക്കാരനല്ലേ, എവിടെ ചെന്നാലും പ്രശ്നം ഉണ്ടാക്കത്തില്ലേ എന്ന് ശരത്ത് ചോദിക്കുക രേവതിയോട്. ഇത് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. എന്നെ അടിച്ച ആളല്ലേ, ഒരു കാരണമില്ലാതെയാ അന്ന് അവിടെ അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കിയതെന്നൊക്കെ ശരത്ത് ഇങ്ങനെ രേവതിയോട് പറയുമ്പം അന്ന് നീയും കുറച്ച് ഓവറായിരുന്നല്ലോ, അന്ന് 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ദേവുവും പറഞ്ഞു. എന്നിട്ട് സച്ചി ഫംഗ്ഷന് വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പം വരുന്നുണ്ട്, സച്ചേട്ടൻ വന്നില്ലെങ്കിൽ ഞാനും അച്ഛനും വരുന്നില്ല എന്ന് പറഞ്ഞു. അവസാനം അമ്മയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു എന്ന കാര്യം രേവതി പറയുക. പിന്നെ ഫംഗ്ഷന് നിങ്ങളെല്ലാവരെയും വിളിക്കാൻ അച്ഛൻ പറഞ്ഞതാ, വേണ്ടാന്ന് ഞാനാ പറഞ്ഞതെന്ന കാര്യം രേവതി പറയുമ്പോൾ അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ, ഞങ്ങൾ വരുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു ദേവു. അപ്പോൾ ഇഷ്ടക്കേട് കൊണ്ടൊന്നും അല്ല മോളെ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് എനിക്ക് നല്ല പേടിയാണെന്നുള്ള കാര്യം രേവതി അന്നേരം ഇവരോട് പറയുവാണേ. അപ്പോൾ ചേർത്തിങ്ങനെ നോക്കിക്കോ, പ്രശ്നം ഉണ്ടായാൽ ഒരാവശ്യമില്ലാതെ അമ്മ നിങ്ങളെ വെറുതെ പഴിക്കും, അപമാനിക്കുകയൊക്കെ ചെയ്യും, അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പം അതും നീ പറഞ്ഞത് ശരിയാണെന്ന് അമ്മ രേവതിയോട് പറയാം. നിങ്ങൾ വിളിച്ചാലും ഞങ്ങൾ ഫംഗ്ഷന് വരില്ല എന്ന് ശരത്ത്. മറ്റു 2 മരുമക്കളും പണക്കാരാ ചേച്ചിയെ, അങ്ങനെയല്ല, അവരോടും അവരുടെ വീട്ടുകാരോടും കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഒന്നും ചേച്ചിയോടും ചേച്ചിയുടെ വീട്ടുകാരോടും അവർ കാണിക്കില്ല, അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങളെ കാണുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല എന്നും ഞങ്ങൾക്കറിയാം. പിന്നെ നമ്മൾ പണക്കാരായിരുന്നെങ്കിലേ ചടങ്ങിന് അവർ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ ക്ഷണിച്ചേനെ, നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു.
പണം വേണം ചേച്ചി, എങ്കിലേ സ്നേഹവും ബഹുമാനവും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് തെറ്റായ ഒരു ചിന്തയാണ് ശരത്തെ. എല്ലാം നിശ്ചയിക്കുന്നതേ പണമൊന്നുമല്ല. അത് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവനോട് അതൊന്നും പറഞ്ഞാലേ മനസ്സിലാവത്തില്ല എൻ്റെ ചേച്ചി. പണം സമ്പാദിച്ചാൽ എല്ലാം ആയെന്നാണ് ഇവൻ്റെ വിചാരമെന്ന് ദേവു അന്നേരം പറയണു. ശരത്തെ, നമുക്ക് ജീവിക്കാനുള്ള പണം മതി. പണം ഉള്ളത് കൊണ്ട് മാത്രം സ്നേഹവും ബഹുമാനവും ഒന്നും കിട്ടത്തില്ല. നമ്മുടെ പ്രവൃത്തിയും ഗുണവും നോക്കിയാൽ അത് കിട്ടുക എന്ന് രേവതി പറയുമ്പോൾ, ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ശരി, പണമാണ് എല്ലാം നിശ്ചയിക്കുന്നത്, അതിലൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് രേവതിയോട് തർക്കിച്ച് പറയാം. ഞാൻ പണം ഉണ്ടാക്കും, കോടീശ്വരനാകുമെന്ന്, ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ശരത്ത് പറയും കേട്ടോ. ഞാൻ ജോലിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്, സമയമായി, ഞാൻ പോയിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് അവനങ്ങ് പോയി കഴിഞ്ഞപ്പം, ഇതെന്താ അമ്മ അവൻ ഇങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് നാളായി ഇവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പോയാൽ അവൻ്റെ ഭാവി എന്താകുമെന്ന് ചോദിച്ചു രേവതി. അതൊക്കെ വിട്ടുകള, പോകെ കാര്യങ്ങൾ മനസ്സിലാകുമായിരിക്കും എന്ന് ലക്ഷ്മി പറഞ്ഞു. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അമ്മയും മക്കളും കൂടെ അവിടെ നിൽക്കും. അപ്പോൾ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോയി. അമ്മ അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. ദേവു പൂ കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതി പാർലറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോഴേക്കും മേഡത്തിനെ കാണാൻ എൻ്റെ സ്ത്രീ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആരാന്ന് പറഞ്ഞില്ലേ? അപ്പോൾ വിമലയെന്നാ പേര് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടി. എൻ്റെ ദൈവമേ, അമ്മയുടെ നിന്ന് കാശും വേണം, അമ്മയെ കാണാനും പറ്റില്ല. അങ്ങനെ പുള്ളിക്കാരി ഭയങ്കര ഇതിലിങ്ങനെ കലിപ്പിച്ച് അങ്ങോട്ടേക്ക് ചെല്ലും. അപ്പോൾ അമ്മ അവിടെ വന്ന് ഇരിക്കുക കേട്ടോ. ഈ സമയത്ത് അവിടെ അവർ കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്യുക, അവിടുത്തെ ആ സ്റ്റാഫ്. ഇപ്പോൾ ഫേഷ്യലല്ലേ 500 എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങ് വന്നേ, അകത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി എന്നിട്ട് അമ്മയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകും കേട്ടോ. അപ്പോൾ അമ്മയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ശ്രുതി കയറി പോയി. അമ്മ ആദ്യം അകത്തേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞപ്പം, നീ ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ, എൻ്റെ അനുവാദം ചോദിക്കാതെ ആരെയും അകത്തേക്ക് കടത്തി വിടരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ മാഡം, ആര് വന്നാലും എന്നോട് വന്ന് പറയണം കേട്ടോ, മനസ്സിലായല്ലോ? അപ്പോൾ ശരി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റാഫ് പറഞ്ഞു. ശ്രുതി അകത്തേക്ക് കയറിപ്പോയി. ശ്രുതി അകത്തേക്ക് കയറി ചെന്നിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കി അവിടെ നിന്നവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട്, എന്തിനാ അമ്മ ഇവിടേക്ക് വന്നതെന്ന് ചോദിച്ചു. ഞാൻ വരുമെന്ന് നിന്നോട് പറഞ്ഞിരുന്നല്ലേ മോളെ, അപ്പം മീരയുടെ വീട്ടിൽ ചെന്നിരുന്നാൽ പോരായിരുന്നോ? വൈകുന്നേരം വന്ന് ഞാൻ അമ്മയെ കാണുമായിരുന്നില്ലെന്ന് ചോദിക്കുമ്പം, എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം മോളെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞു. വരുന്നതിന് മുൻപൊന്ന് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ, എന്താ വിളിക്കാതെ അമ്മ വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ, അത് ആദ്യം അയൽവക്കത്തെ വീട്ടിൽ നിർത്തിയിട്ടാണ് ഞാൻ വന്നത്, ഞാൻ പെട്ടെന്നങ്ങ് പോകും എന്ന് അമ്മ ശ്രുതിയോട് പറഞ്ഞു. ഈ സമയത്ത് ശ്രുതിയാണ് നാലുപാട് നോക്കുക. നീ എന്തിനാ മോളെ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് അമ്മ മോളോട് ചോദിക്കുന്നതാണ്. ഇത് പരാക്രമം കണ്ടപ്പോൾ. എപ്പോഴാ താലി പിരിച്ചു കെട്ടൽ ചടങ്ങെന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അത് നാളെയാണെന്നുള്ള കാര്യം ശ്രുതി പറയുവാണ്. വർഷയുടെ വീട്ടുകാർ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും പിന്നെ എൻ്റെ അവളുടെയും ചടങ്ങ് ഒരുമിച്ച് അവിടെ വെച്ചാണ് നടത്താൻ പോകുന്നതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞപ്പോൾ അമ്മ മോളെ തൊട്ട് തലോടി അനുഗ്രഹിക്കുക. നല്ല കാര്യം തന്നെയാണ് മോളെ, ഇതൊക്കെ ചെയ്യേണ്ട കാര്യമാണെന്നും നിൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോഴേ എനിക്ക് കൂടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു അമ്മ. അതൊക്കെ കേട്ടപ്പം, ഞാൻ ചടങ്ങിൻ്റെ ഫോട്ടോയൊക്കെ അമ്മയ്ക്ക് അയച്ചു തരാം എന്ന് പറഞ്ഞു. അത് തന്നെ ശരിയെന്നും പറഞ്ഞു. പിന്നെ അമ്മ ആ സ്വർണ്ണം എടുത്ത് മോളുടെ കയ്യിൽ കൊടുക്കുവാൻ നോക്കുക. അപ്പോൾ സ്വർണ്ണമാണോ അമ്മയെന്ന് ചോദിച്ചു. സ്വർണ്ണമല്ല, ഇത് കുറച്ച് പൈസയാണെന്ന് പറഞ്ഞപ്പോൾ, പൈസയോ? സ്വർണം പണയം വെച്ച് കാശ് വാങ്ങിച്ച് തരാമെന്നല്ലേ അമ്മ പറഞ്ഞത്, ഇത്രയും കാശ് കൊടുക്കാനും മാത്രം കാശൊന്നും അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അത് ആദ്യ വിവാഹത്തിന് നിന്റെ കഴുത്തിൽ കെട്ടിയ താലിമാല ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അമ്മ പറയാം. പണയപ്പെടുത്തിയാൽ തിരിച്ചെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല, അതുകൊണ്ട് ഞാനതങ്ങ് വിറ്റു എന്നുള്ള കാര്യം അമ്മ പറയാം. അന്നേരത്തേക്ക് നമ്മുടെ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് അമ്മയെ നോക്കുക കേട്ടോ. കാശിന് വേണ്ടി ആ പാവം ചെയ്യുന്ന കാര്യങ്ങളെ അങ്ങനെ ആ പൈസയും കൈപ്പിടിച്ച് ഇങ്ങനെ ശ്രുതി നിൽക്കുമ്പോൾ ശ്രുതിക്ക് കരച്ചിൽ വരുന്നുണ്ട്. ഇതൊക്കെ അമ്മ ഇങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. അമ്മ ഇങ്ങനെ നോക്കി മോളെ, ആ താലിമാല വിറ്റ് കിട്ടിയ കാശായത് എന്ന കാര്യം അമ്മ ഇങ്ങനെ ശ്രുതിയോട് പറയുന്നു. അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ഒരു സങ്കടം. അതൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ട് ഇനി എന്താ മോളെ കാര്യം? ഒരു കാര്യവും ഇല്ലല്ലോ, നിൻ്റെ ആവശ്യം നടക്കുകയല്ലേ വേണ്ടത് എന്ന് അമ്മ ഇങ്ങനെ മോളോട് ചോദിക്കുമ്പോൾ, അന്ന് കഴിഞ്ഞതൊക്കെ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അമ്മയെന്നും അങ്ങനെ ഒരു താലിമാല അമ്മയുടെ കയ്യിലുള്ള കാര്യം തന്നെ ഞാൻ മറന്നു പോയായിരുന്നു എന്നുള്ള കാര്യം ഇങ്ങനെ പറയുക കേട്ടോ ശ്രുതി. എനിക്ക് വേണ്ടി അമ്മ അത് വിൽക്കണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെതായ ഒന്നും എനിക്ക് വേണ്ട, ഓർമ്മകൾ പോലും എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട നീ, ഇപ്പോൾ നിനക്ക് കാശിൻ്റെ ആവശ്യമൊക്കെ വന്നു, ഇപ്പോൾ അതങ്ങ് വിറ്റു, അത്രേ ഉള്ളൂ. കാശ് സംഘടിപ്പിക്കാനേ എൻ്റെ മുന്നിൽ വേറെ വഴിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അമ്മ മോളോട് പറയൂ കേട്ടോ.
അപ്പം അതൊക്കെ കേട്ട് മോളിങ്ങനെ ആകെ വല്ലാതായിട്ട് നിൽക്കും. അമ്മ മോൾക്ക് കാശും കൊടുത്ത് അവിടെ നിന്ന് അങ്ങ് പോകാൻ ഇറങ്ങുന്ന സമയത്താണ് അവിടേക്ക് ചന്ദ്രമതി വരുന്നത്. ചന്ദ്രമതി കൃത്യം കയറി അങ്ങ് വരികയും ചെയ്തു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് ശ്രുതി എന്തെന്ന് ചോദിച്ചപ്പോൾ ശ്രുതി മേഡം ബിസി ആണെന്നുള്ള കാര്യം സ്റ്റാഫ് പറയാം, അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് കടത്തിവിടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവളുടെ അമ്മായിയമ്മയാണ് ഞാൻ, എനിക്ക് അകത്ത് കിടക്കാൻ അവളുടെ അനുവാദം ഒന്നും ചോദിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറയുമ്പോൾ വേണം ഇവിടെ വെയിറ്റ് ചെയ്യുവാൻ പറഞ്ഞു അവിടുത്തെ സ്റ്റാഫ്. മേഡം വന്നു ഞാൻ ശ്രുതി മേഡത്തിനോട് പറയാമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആ പുള്ളിക്കാരി അകത്തേക്ക് കയറിപ്പോയി. ദേ നമ്മുടെ ചന്ദ്രമതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ശ്രുതിക്ക് മൊത്തത്തിൽ കണ്ടൊക്കെ ശനിയാ. അങ്ങനെ കലിപ്പ് കയറി ചന്ദ്രമതി അവിടെ അങ്ങനെ ഇരിക്കും, ബാഗൊക്കെ വലിച്ചെറിഞ്ഞു ഭയങ്കര ദേഷ്യത്തിൽ. അപ്പോൾ ദേ ആ ബോർഡിലേക്ക് നോക്കിയിട്ട് എൻ്റെ പേരിരുന്ന സ്ഥലത്തിപ്പോൾ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യം. എൻ്റെ പേരും പോയി മര്യാദയും പോയി, എന്താ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ കലിപ്പ് കയറി ഇങ്ങനെ ഇരിക്കട്ടോ ബോർഡയിലേക്ക് നോക്കി. അപ്പോഴാണ് ചെന്ന് ശ്രുതിയോട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ സ്റ്റാഫ് മേഡത്തിൻ്റെ അമ്മായിമ്മ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഒരു കാരണവശാലും അവരകത്തേക്ക് വരാൻ അനുവദിക്കരുതെന്ന് ശ്രുതി സ്റ്റാഫിനോട് പറഞ്ഞു. ശരി മേഡം എന്നും പറഞ്ഞ് ആ പെണ്ണങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു. ഈ സമയത്ത് ആൻറ്റി അമ്മ ഇവിടെ കണ്ടാൽ ആകെ കുഴപ്പമാകും, എന്തിപ്പോൾ ചെയ്യാം. അപ്പോൾ അവരെന്തിനാ ഇപ്പം ഇവിടേക്ക് വന്നതെന്ന് അമ്മ ചോദിച്ചപ്പോൾ അതെങ്ങനെ എനിക്കറിയാമെന്ന് ശ്രുതി. ഇതൊക്കെ കൊണ്ടാ നിങ്ങളോട് ഇങ്ങോട്ട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അമ്മയോട് ദേഷ്യപ്പെടുക. ശ്രുതിയെ കാശ് കിട്ടിക്കഴിഞ്ഞല്ലോ, ആൻറ്റി നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അതോടെ തീർന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. അതിന് അവർക്ക് എന്നെ ഓർമ്മ കാണുമെന്ന് ചോദിച്ചു. അന്ന് അമ്മ വീട്ടിൽ വന്നതായിരുന്നില്ലേ, നല്ല ഓർമ്മ കാണുമെന്ന കാര്യമൊക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നു കേട്ടോ. അന്നൊരു അപരിചിതയെ പോലെ ഞാൻ അമ്മയോട് പെരുമാറിയത്, ഇവിടെ ഇങ്ങനെ കണ്ട 100 കൂട്ടം ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കത്തില്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഒടുക്കം നിങ്ങൾ എൻ്റെ അമ്മയാണെന്ന് മനസ്സിലാവുകയും ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി കിടന്ന് വെപ്രാളം കൊള്ളും. സത്യം അറിഞ്ഞാൽ അവരെന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ചന്ദ്രമതിയെ പറ്റി. ചന്ദ്രമതി ആണെങ്കിൽ അവിടെ ഷോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഈ സമയം ഞാൻ വന്നിട്ടുണ്ടെന്ന് അവളോട് ഇന്ന് പറഞ്ഞില്ലേ എന്ന് മേഡം ആ നിൽക്കുന്ന സ്റ്റാഫിനോട് ചന്ദ്രമതി ചോദിക്കാം. ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ അകത്തേക്ക് പോവാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇടിച്ച് കയറാൻ നോക്കുമ്പോൾ അതെ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യൂ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേച്ചി കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ സ്റ്റാഫ് അതവിടെ ഒന്ന് പറഞ്ഞു. ചന്ദ്രമതി ആണെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കലിപ്പും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഈ സമയത്ത് ഒരു ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കുന്ന ചന്ദ്രമതിയുടെ മുന്നിലേക്ക് ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് വന്നു. അയ്യോ ആൻറ്റി ആയിരുന്നു അത്, ഞാൻ കരുതി വേറെ ആരോ ആണെന്ന്. അപ്പോഴത്തേക്കും ഇടിച്ച് കയറി അങ്ങോട്ടേക്ക് ചെന്നു നമ്മുടെ ചന്ദ്രമതിയെ. അപ്പോഴാണ് ശ്രുതി ഇത് പറയുന്നത്. അമ്മയെ മുഖത്ത് ഫേഷ്യൽ മാസ്ക് ഒക്കെ ഇട്ട് അവിടെ കിടത്തിയേക്കുക. അപ്പോൾ കാണരുതല്ലോ അതിന് വേണ്ടിയിട്ട്. ആൻറ്റി വന്നാൽ നേരെ അകത്തേക്ക് കടത്തി വിടണ്ടേ, എന്തിനാ വെയിറ്റ് ചെയ്യിപ്പിച്ചതെന്ന് ആ സ്റ്റാഫിനോട് ചോദിക്കുവാണ് നമ്മുടെ ശ്രുതി. അപ്പം മേഡം അല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ അയ്യോ നീയൊന്നും പറയണ്ട, ആൻറ്റി വെയിറ്റ് ചെയ്യിപ്പിച്ചത് ശരിയായില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ സ്റ്റാഫിനോട് ശ്രുതി പറയുമ്പോൾ വിട്ടുകള ശ്രുതി, മഴക്കൊന്നും പറയണ്ട എന്നും പറഞ്ഞ് ചന്ദ്രമതി. അപ്പം നീ ചെല്ല എന്നും പറഞ്ഞുകൊണ്ട് അതിനെ പറഞ്ഞു വിട്ടു നമ്മുടെ ശ്രുതിയെ. ആ പെണ്ണ് പാവം പേടിച്ചിട്ട് അത് ഇങ്ങോട്ട് പോവുകയും ചെയ്തു സങ്കടപ്പെട്ട്. സമയത്ത് അപ്പോൾ ശ്രുതി നീ ജോലിയിലായിരുന്നല്ലേ? അപ്പോൾ അതെ. ആൻറ്റി എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിക്കയറി വന്നത്? അത് കഴുത്തും പുറമൊക്കെ വല്ലാതെ വേദനിക്കുക, നിന്നെ കൊണ്ടൊന്ന് മസാജ് ചെയ്യിപ്പിക്കാമെന്ന് കരുതി വന്നതാണെന്നൊക്കെ പറയുന്നത് കേട്ടപ്പം ആണോ അപ്പം മേഡം ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നിങ്ങനെ ഇരിക്കുന്ന ആളോട് പറഞ്ഞു. അതായത് സ്വന്തം അമ്മയോട്. ഞാനും ശ്രുതിയും ചെന്ന് ഡ്രസ്സൊക്കെ എടുത്തു, പിന്നെ നിൻ്റെ അച്ഛന് നല്ലൊരു ഷർട്ടും എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അമ്മ ഇതൊക്കെ കേൾക്കുമല്ലേ. വില കൂടിയ ഷർട്ടാണ് എടുത്തിരിക്കുന്നത്, നിൻ്റെ അച്ഛൻ വരുമല്ലോ അല്ലേ, മാറ്റമൊന്നുമില്ലല്ലോ, രാവിലത്തെ ഫ്ലൈറ്റിന് തന്നെ വരുമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പറഞ്ഞു. ചടങ്ങ് തുടങ്ങുന്നതിന് മുൻപ് ഓഡിറ്റോറിയത്തിൽ എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ കാശ് അയച്ചൊക്കെ തന്നായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പോഴും ഞാൻ ബാങ്കിൽ ചെന്ന് എടുത്തോണ്ട് വന്നതെന്ന് പറയുമ്പോൾ അയ്യോ ഭയങ്കര സന്തോഷം. അങ്ങനെ ആ പൈസ എടുത്ത് ശ്രുതി അങ്ങനെ തന്നെ ചന്ദ്രമതിയുടെ കയ്യിലേക്ക് കൊടുക്കുക. കാശ് കണ്ടപ്പോൾ ചന്ദ്രമതിയുടെ മുഖം അങ്ങ് മഞ്ഞളിച്ചു. നിൻ്റെ അച്ഛന് നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നതെന്നൊക്കെ അന്നേരം ചന്ദ്രമതി പറയാം. നിന്നെ അത്രയ്ക്ക് ഇഷ്ടം അദ്ദേഹത്തിന്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കാശ് കണ്ണ് മഞ്ഞളിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല നിൻ്റെ അച്ഛൻ തനിച്ചാണോ വരുന്നത്, അതോ കൂടെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ അമ്മ അവിടെ കിടന്ന് ഇങ്ങനെ പാവം ഉരുകും കേട്ടോ, ശ്രുതിയുടെ അമ്മ. അപ്പോൾ ഇല്ല ആൻറ്റി, അച്ഛൻ തനിയാണ് വരുന്നത്. അപ്പോൾ അതേതായാലും നന്നായി, അവളെയും കൂട്ടി വന്നാലേ കാണുന്നവരൊക്കെ അതും ഇതും പറയില്ലേ. അതെ, പിന്നെ നിൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ ചടങ്ങിനൊക്കെ വരേണ്ടതായിരുന്നില്ലേ, പാവം നേരത്തെ മരിച്ചു പോയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ചന്ദ്രമതി പറയുന്നു. അതും ജീവനോടിരിക്കുന്ന അമ്മയുടെ മുന്നിൽ വെച്ച് ഇതൊക്കെ പറയുന്നത്. അപ്പോഴേക്കും ആ അമ്മയുടെ കണ്ണൊക്കെ നിറയുക. ശ്രുതിയുടെ പല കള്ളക്കളികളും ഇന്നാണ് ആ അമ്മ തിരിച്ചറിയുന്നത്. ആ അമ്മ നോക്കാൻ തുടങ്ങുമ്പം മേഡം മുഖം ചെരിക്കണ്ട കേട്ടോ,
കുറച്ച് സമയം കൂടി ഒന്ന് നേരെ ഇരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ ഇവർ സ്ഥിരം കസ്റ്റമർ ആണോ എന്ന് ചോദിച്ചപ്പം അതെ ആൻറ്റി, അതെ ഞാനിവളുടെ അമ്മായിമ്മയാണ് കേട്ടോ. നാളെ ഇവളുടെ താലി പിരിച്ചു കെട്ടൽ ചടങ്ങ് നടക്കുന്നുണ്ട്. ഇവളുടെ അച്ഛൻ നാളെ മലേഷ്യയിൽ നിന്ന് ചടങ്ങിന് വരുന്നുണ്ടേ. പിന്നെ മലേഷ്യയിലെ വലിയ ബിസിനസ്സുകാരനാ അദ്ദേഹമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ച് പറയുക. വലിയ വീട്ടിൽ പെണ്ണാ ഇവള്. പാവം, ഇവൾക്ക് അമ്മയില്ല, അസുഖം വന്ന് നേരത്തെ മരിച്ചു പോയതാണെന്നൊക്കെ പറയുക. പാവ അമ്മ അവിടെ കിടന്ന് ഉരുകുക. ശ്രുതി ഇടയ്ക്കിടയ്ക്ക് അമ്മയെ ഓർത്ത് സങ്കടപ്പെടാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അമ്മയോട് എന്നെ കഥയൊക്കെ ഇരുന്ന് പറയുന്നു. ഇവളുടെ അമ്മയില്ല എന്നുള്ളൊരു കുറവ് അത് ഞാൻ ഇവളെ അറിയിക്കാറേ ഇല്ല. അമ്മയുടെ സ്ഥാനത്ത് ഞാൻ ഇവൾക്കുണ്ട്. മകളെ പോലെ ഞാൻ ഇവളെ കാണുന്നതും സ്നേഹിക്കുന്നതും കൊണ്ട് നടക്കുന്നതും ഒക്കെ. അപ്പം നല്ലത് തന്നെയാണെന്നും പിന്നെ നിങ്ങളെപ്പോലെ ഒരു നല്ല അമ്മായിമ്മയെ കിട്ടിയല്ലോ ഇവർക്ക് എന്നും പറഞ്ഞിട്ട് ആ അമ്മ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറയാം. അപ്പം ശ്രുതിയുടെ മുഖഭാവമൊക്കെ അങ്ങ് മാറി. ഒരു ഭാഗ്യവതിയാണ് ഇവളുടെ അമ്മ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ അമ്മ പറയുക. അപ്പം ശ്രുതിക്ക് പ്രത്യേകിച്ച് സെൻറ്റിമെൻറ്റ്സ് ഒന്നും അമ്മയോട് ഇല്ലല്ലോ. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ, ചന്ദ്രമതിയെ കാണിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്കും ആ അമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാൻ തുടങ്ങി. ആ അമ്മയുടെ കയ്യിൽ നിന്ന് പോയതല്ല. അപ്പോൾ അതേ മോളെ അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു. എന്തിനാ ഇപ്പോൾ ഇവർ കരയുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് തൊടാൻ ചെല്ലുമ്പോൾ അയ്യോ ആൻറ്റി അതവർ കരഞ്ഞതല്ല, കണ്ണിൽ കുക്കുമ്പർ വെച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് വെള്ളം വന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി കിടന്ന് ഉരുണ്ട് കളിക്കുക. മസാജ് ചെയ്തതിന് ശേഷം എനിക്കും മുഖത്ത് ഇങ്ങനെ ചെയ്യണം അതും പറഞ്ഞു പോയിരിക്കാൻ നോക്കുമ്പം ആൻറ്റി ഇവിടെ നിന്നൊന്നും ചെയ്യണ്ട, ഒരുപാട് സമയമെടുക്കും, ഞാൻ വീട്ടിൽ വന്ന് ചെയ്തു തരാമെന്ന് പറയുന്നു ശ്രുതിയെ. എന്ന് മസാജ് ഇവിടുന്ന് ചെയ്യാം. അയ്യോ വേണ്ട ആൻറ്റി, മസാജും ഫേസ് പാക്കും ഒക്കെ വീട്ടിൽ തന്നെ ചെയ്യാമല്ലോ, പിന്നെന്താ. അപ്പോൾ എന്നാൽ ശരി, അങ്ങനെയെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാം. ഞാൻ പോയിക്കോട്ടെ, എന്നാൽ നീ ജോലിയൊക്കെ ചെയ്യേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോയി. ശ്രുതി ചന്ദ്രമതി പോയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ അമ്മ കണ്ണിൽ നിന്ന് കുക്കുമ്പറും എടുത്ത് അവിടെ ഇരുന്ന് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.